എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയുടെ സമാപന ദിവസത്തിൽ നമ്മൾ എത്തിയല്ലോ. ഈ ആഴ്ച മുഴുവനും കർത്താവിൻ്റെ കരം നമ്മോട് കൂടിയിരുന്നു. പോയിടത്തെല്ലാം യേശു നല്ലവനെന്ന് ഓരോ നിമിഷങ്ങളിലും നമുക്ക് വേണ്ടി തെളിയിച്ചു കൊണ്ടിരുന്നു. ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ സമയങ്ങളിലേക്ക് വരാൻ ദൈവം നമുക്ക് കൃപ തന്നെങ്കിൽ വരുവാൻ പോകുന്ന വർഷങ്ങളൊക്കെയും കർത്താവ് നമ്മെ ജയകരമായി നടത്തുമെന്ന്, ഇത്രയും ഭയങ്കരമായ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മെ വിടുവിച്ചവൻ മേലാലും വിടുവിക്കും എന്നുള്ള ഉറപ്പ് ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കർത്താവിനെ ഉറപ്പോടെ ആശ്രയിക്കാം, വിശ്വസിക്കാം, കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ കാത്തിരിക്കാം. ഇന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലേക്ക് വരികയാണ്. അവിടെ അവൻ ദർബയിലും ലുസ്ത്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ളൊരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോത്തിയോസ് എന്ന് പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ലുസ്ത്രയിലും ഇക്കോനിയിലും ഉള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. അവൻ തന്നോടുകൂടെ പോരണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു. തിമോത്തിയോസ് എന്നൊരു യൗവനക്കാരനെ പൗലോസ് തൻ്റെ ജീവിതയാത്രയിൽ കണ്ടുമുട്ടിയിട്ട് ആ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തനും ശ്രേഷ്ഠനുമായ ദൈവദാസൻ പൗലോസ് തിമോത്തിയോസിനെ തൻ്റെ കൂടെ പോരണം എന്നുള്ള ഒരു ദാഹത്തോടെ തൻ്റെ കൂടെ ചേർക്കുന്ന ഒരു ചരിത്രമാണ് നമ്മളവിടെ കാണുന്നത്. എന്തുകൊണ്ടാണ് തിമോത്തിയോസിനെ പൗലോസ് തൻ്റെ കൂടെ കൂട്ടുന്നത്? പൗലോസിന് എത്രയോ പേരുണ്ട്. പൗലോസ് ഇപ്പോൾ ശീലാസിനെ തിരഞ്ഞെടുത്തതല്ലേ? ആണ്. എന്നാൽ പൗലോസ് ചെയ്യുന്ന വലിയ ശുശ്രൂഷയ്ക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ തിമോത്തിയോസ് പോലെയുള്ളവർ കൂടെ ഉണ്ടായിരിക്കണം. പ്രാർത്ഥിക്കുന്ന, അഭിഷേകത്തിൽ നിറഞ്ഞ വ്യക്തികൾ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ റിസൾട്ടുകൾ കാണും. പ്രാർത്ഥിക്കുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകും? ഒരു നല്ല പ്രെയർ പാർട്ട്ണർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഒരു വിഷയം വന്നാൽ കയറിയിരുന്ന് ഉപവസിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന ഒരു വ്യക്തി നമുക്ക് വേണ്ടി ഉണ്ടെങ്കിൽ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല പാസ്റ്ററെ. എല്ലാവർക്കും ഉള്ളൊരു ദുഃഖം അതാണ്. പൊതുവായി പ്രാർത്ഥിക്കുന്ന പലരും ഉണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ഒരാൾ പുറകിലുണ്ടെങ്കിൽ ആ വ്യക്തി വളരെ സുരക്ഷിതമായ ഒരവസ്ഥയിലായിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദേശം നശിച്ചു പോകാതെ വണ്ണം ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കേണ്ടതിന് ഞാൻ ഒരാളെ അന്വേഷിച്ചു. പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ മാത്രമേ ദേശത്ത് നിന്ന് പല നാശങ്ങളും മാറിപ്പോവുകയുള്ളൂ. അതുകൊണ്ട് യെശയ്യാവിൽ പറയുന്നു, ഞാൻ യെരൂശലേമിന്റെ മതിലിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നവർ രാവോ പകലോ മിണ്ടാതിരിക്കില്ല. അപ്പോൾ രാവും പകലും കാവൽ കാക്കുന്ന കാവൽക്കാരാണ് കത്തോലിക്ക ഭാഷയിൽ പറഞ്ഞാൽ കാവൽ മാലാഖമാരാണ് പ്രാർത്ഥന മനുഷ്യർ. നമുക്ക് മറ്റുള്ളവരെ കാക്കുവാൻ കഴിയും, സംരക്ഷിക്കാൻ കഴിയും, പൊതിയുവാൻ കഴിയും. അനർത്ഥങ്ങളിൽ നിന്ന് അവരെ സംരക്ഷണ ചെയ്യാൻ നമുക്ക് കഴിയും. പ്രാർത്ഥിക്കുന്നവർ പുറകിലുണ്ടെങ്കിൽ അവർ സുരക്ഷിതരാണ്. ഈ സത്യം എല്ലാവരും അറിയണം. എൻ്റെ പാസ്റ്റർ പറഞ്ഞ ഉദാഹരണം ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. അതായത് അദ്ദേഹം പട്ടാളക്കാരനായിരുന്നു, പാസ്റ്റർ എം എ വർഗീസ്. അദ്ദേഹത്തിൻ്റെ ഒരു അറിവിലുള്ള ഒരു യുദ്ധകാല ചരിത്രത്തിലെ ഒരു കാര്യം അദ്ദേഹം ഇടയ്ക്ക് പറയും. ഇംഗ്ലണ്ടും ജർമ്മനിയും തമ്മിൽ യുദ്ധം നടക്കുന്ന കാലത്ത് ഒരു പടയാളി, ഇംഗ്ലണ്ടുകാരനായ ഒരു പടയാളി വെടിയേറ്റ് പാലത്തിൻ്റെ മുകളിൽ വീണു. പാലത്തിൻ്റെ അപ്പുറത്ത് ഇംഗ്ലണ്ടുകാരും ഇപ്പുറത്ത് ഇംഗ്ലണ്ടുകാരും അപ്പുറത്ത് ജർമ്മൻകാരുമാണ്.
ഈ മനുഷ്യൻ ചോര വാർന്നു കിടക്കുകയാണ്. വെളുപ്പിനാണ് വീണത്. വെളുപ്പിന് ഏകദേശം ഒരു 3 മണിയായപ്പോൾ വെടിയേറ്റ് വീണു. ചോര വാർന്നുകൊണ്ടിരിക്കുകയാണ്. ആരും അദ്ദേഹത്തെ രക്ഷിക്കാൻ പോകാനില്ല. കാരണം പോകുന്നവനെ വെടിവെച്ചിടും. അതുകൊണ്ട് എന്തു ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ ഈ പട്ടാളക്കാരിൽ, ഇംഗ്ലണ്ടിലെ പട്ടാളക്കാരിൽ ഒരാൾ പറഞ്ഞു, രാവിലെ ഒരു 7 മണിയാകുമ്പോൾ ഞാൻ പോയി അവനെ തോളിൽ കയറ്റി കൊണ്ടുവരും. ബാക്കിയുള്ളവർ പറഞ്ഞു, ഇപ്പോൾ 4 മണിയല്ലേ ആയുള്ളൂ, നിനക്ക് ഇപ്പോഴേ പോയിക്കൂടെ? ഇല്ല, 7 മണിയാകുമ്പോഴേ ഞാൻ പോകും. ആരും ഒന്നും മിണ്ടിയില്ല. 7 മണിയായി. ഇദ്ദേഹം ഓടിച്ചെന്ന് അവനെ തോളിൽ കയറ്റി ഓടി അവനെ എടുത്തുകൊണ്ടുവന്നു. ആശുപത്രിയിൽ എത്തിച്ചു, രക്ഷ ചെയ്തു. കൂടെയുള്ള പട്ടാളക്കാർ ചോദിച്ചു, നീ എന്താ 7 മണിക്ക് പോയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 7 മണിക്കും 8 മണിക്കും ഇടയിലാണ് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം. ആ സമയത്ത് ആർക്കും എന്നെ തകർക്കാൻ കഴിയില്ല. പ്രാർത്ഥനയിലുള്ള അചഞ്ചലമായ വിശ്വാസം. പ്രാർത്ഥന എന്നുള്ളത് വലിയൊരു സംരക്ഷണ വേലിയാണ്. ഇതാ പൗലോസ് പറയാണ്, എനിക്ക് തിമോത്തിയോസും കൂടി എൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ എനിക്കതൊരു ബലമാണ്. എന്താ കാര്യം? തിമോത്തിയോസ്, അവനെക്കുറിച്ച് വായിക്കുന്നു 2-ാം വാക്യത്തിൽ, അവൻ ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു, നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു. അതുകൊണ്ട് തീർന്നോ? ഇല്ല. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ കാണാം, 2 തിമോത്തിയോസിൽ നമുക്കത് കാണാം. അതിൻ്റെ 4:3 മുതൽ വായിക്കുമ്പോൾ, എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടപെടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീരോർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണനാകാൻ വാഞ്ചിച്ചും ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. നിർവ്യാജ വിശ്വാസമുള്ളവൻ, ഒരു കളങ്കമില്ലാത്ത വിശ്വാസം. അല്പം പോലും ലോകമില്ല, അല്പം പോലും ബുദ്ധിയില്ല, കലർപ്പില്ലാത്ത വിശ്വാസം. അതിനകത്ത് അല്പം പോലും സംശയമില്ല, ഉറച്ച വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം. ഇത് തിമോത്തിയോസിന് ഉണ്ടായത്. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നു, ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നിന്റെ വല്യമ്മയിലുണ്ടായിരുന്ന വിശ്വാസം അത് നിന്റെ അമ്മയിലേക്ക്, യൂനീക്കയിലേക്ക് വന്നു. ഇപ്പോഴിതാ അത് കൈമാറ്റം ചെയ്യപ്പെട്ട് നിന്നിലേക്ക് വന്നിരിക്കുന്നു. കലർപ്പില്ലാത്ത വിശ്വാസം, കളങ്കമില്ലാത്ത വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം. നല്ല സാക്ഷ്യമുള്ളവനാണ്, അപ്പോൾ തന്നെ വിശ്വാസ വീരനാണ്. ആ കുടുംബത്തിന്റെ പ്രത്യേകത അതാണ്. ആ കുടുംബം വിശ്വാസത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബമാണ്. വിശ്വാസം കൈമാറുന്ന ഒരു കുടുംബമാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്, മാതാപിതാക്കളെ, നമ്മുടെ വിശ്വാസം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറണം. വീടിൻ്റെ ആധാരം മാത്രം കൈമാറിയാൽ പോരാ, നമ്മുടെ അഭിഷേകം കൈമാറണം. മോശ കൈവച്ച് അനുഗ്രഹിച്ചത് കൊണ്ട് യോശുവ ജ്ഞാനാത്മപൂർണനായെന്ന്, ജ്ഞാനമുള്ളവനുമായി അഭിഷിക്തനുമായി മാറി. പൗലോസും അത് തന്നെയാണ് പറയുന്നത് അടുത്ത വാക്യത്തിൽ. അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. എനിക്ക് നിന്നെ ഒന്ന് കൈവച്ച് നിന്നിലുള്ള കൃപാവരങ്ങളെ ഒന്ന് ജ്വലിപ്പിക്കണം. നിന്റെ അമ്മയിലുണ്ടായത്, നിന്റെ വല്യമ്മച്ചിയിലുണ്ടായത്, ഇപ്പോൾ അത് നിന്നിലേക്ക് വന്നിട്ടുണ്ട്. പോരാ, ഒന്നും കൂടി ഒന്ന് ജ്വലിച്ചിരുന്നെങ്കിൽ. അത് ജ്വലിപ്പിക്കാൻ കഴിയും. നമ്മിലുള്ള കൃപകളെ ജ്വലിപ്പിക്കാൻ കഴിയും. നമ്മുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ജ്വലിപ്പിക്കാൻ കഴിയും. നമ്മുടെ മേലുള്ള പല കൃപകളെയും നമുക്ക് ജ്വലിപ്പിക്കാൻ കഴിയും. പൗലോസ് കടന്നു ചെന്ന് ഒരു പ്രാർത്ഥനാ അന്തരീക്ഷത്തിൽ അവൻ്റെ മേൽ കൈവെക്കുമ്പോൾ അവനിലുള്ള കൃപാവരം ജ്വലിക്കുമെന്ന്. സൂമിൽ മാത്രം, ഓൺലൈൻ മാത്രമായിട്ട് മീറ്റിങ്ങിൽ ഇരിക്കുന്നവർക്ക് ഇത് കിട്ടാക്കനിയാണ്. ദൈവസഭയിൽ ഒരുമിച്ച് കൂടി
ആ കൂട്ടായ്മയിൽ ഒരു ദൈവദാസൻ കൈവെക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണിത്. ജ്വലിക്കണം. കൂട്ടായ്മകളിൽ ദൈവ സാന്നിധ്യത്തിൽ ഒരാൾ കൈവെക്കുമ്പോഴുണ്ടാകുന്ന ജ്വലനം വലുതാണ്. നിന്നിലുള്ള കൃപാവരങ്ങൾ, നിന്റെ വിശ്വാസം വലുതാണ്. നീ അഭിഷേകത്തിൽ നിറഞ്ഞ വ്യക്തിയാണ്, നീ ആത്മാവുള്ളവനാണ്. പോരാ, നിന്നെ എനിക്കൊന്ന് ജ്വലിപ്പിച്ചെടുക്കണം. നീ എൻ്റെ കൂടെ വരണം. കാരണം നിന്നിലുള്ളത് ചെറുതാണെങ്കിലും അത് വളരെ ശ്രേഷ്ഠമാണ്. ജ്വലിപ്പിച്ചെടുത്താൽ ഈ കാലഘട്ടത്തിൽ വളരെ വളരെ ശ്രേഷ്ഠമായി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ്. ഇത് കേൾക്കുന്ന പലരും നിങ്ങളുടെ കൃപകളെ ജ്വലിപ്പിക്കാറുണ്ടോ? അന്യഭാഷ ലഭിച്ചു, പുതിയ ഭാഷകളിലേക്ക് നിങ്ങളുടെ ആ ഭാഷാവരത്തെ ജ്വലിപ്പിക്കാറുണ്ടോ? നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ വ്യാഖ്യാനങ്ങൾ കിട്ടാറുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ച് ഉറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദർശനം കാണാറുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ച് കിടക്കുമ്പോൾ നല്ല സ്വർഗീയ സ്വപ്നമുണ്ടോ? ജ്വലിക്കുമ്പോഴാണ് ഇതെല്ലാം വെളിപ്പെട്ട് വരുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വെളിപ്പാടുകൾ കാണുന്നുണ്ടോ? നന്നായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു ജ്വാലയുണ്ടായാൽ ഇതെല്ലാം തെളിഞ്ഞു തെളിഞ്ഞു വരും. മാത്രമല്ല, നമ്മൾ വായിക്കുന്ന വേദഭാഗത്തിലെ അർത്ഥങ്ങൾ നമുക്ക് തെളിഞ്ഞു വരും. വെളിപ്പാടുകൾ ഉണ്ടാകും, വചനത്തിൻ്റെ വെളിപ്പാടുണ്ടാകും. നാം പറയുന്ന വാക്കുകളിൽ ഭയങ്കര കൃത്യതയുണ്ടാകും, ഭയങ്കര ധൈര്യമുണ്ടാകും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്നൊന്നും പറയില്ല, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഈ മലയോട് പറഞ്ഞാൽ അത് ചാടിപ്പോകുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. വളരെ കൃത്യതയുള്ള വാക്കുകൾ ഉപയോഗിക്കുവാൻ കൃപാവരങ്ങൾ ജ്വലിക്കുന്നവർക്ക് കഴിയും. പൗലോസ് പറയുകയാണ്, നീ എൻ്റെ കൂടെ വരണം. അങ്ങനെ എന്ത് സംഭവിച്ചു? അവർ പട്ടണം, 4-ാം വാക്യം, അവർ പട്ടണം തോറും ചെന്ന് യെരൂശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. എല്ലാ ദിവസവും പുതിയ സഭകൾ ഉണ്ടായി വരുന്നു. തിമോത്തിയോസ് കൂടി കൂടിയപ്പോൾ വിശ്വാസ വീരനായ തിമോത്തിയോസ്, സാക്ഷ്യമുള്ളവൻ, നിർവ്യാജ വിശ്വാസമുള്ളവൻ, അങ്ങനെയുള്ള ഒരാളും കൂടി പൗലോസിന്റെ കൂടെ കൂടിയപ്പോൾ എല്ലാ ദിവസവും പുതിയ സഭകൾ ഉണ്ടാകുന്നു. വിശ്വാസത്തിൽ അവർ ഉറച്ചു വരുന്നു. കാരണം വിശ്വാസത്തിൽ ജ്വലിച്ച ഒരുവനും കൂടി കൂടി. നമ്മുടെ കൂടെ വിശ്വാസ വീരന്മാർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ചലനം വലുതാകും. നമ്മുടെ പദ്ധതികൾ പെട്ടെന്ന് വിശാലതയിൽ വരും. ഈ ദിവസങ്ങളിൽ നമ്മോടുകൂടെ ആരാണ് ഉള്ളത്? യായിറോസിന്റെ വീട്ടിലോട്ട് പോകുമ്പോൾ യേശു പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ മാത്രമേ കൂടെ കൂട്ടിയുള്ളൂ. ഇതുപോലെ വിശ്വാസത്തിൽ ജ്വലിച്ചു നിൽക്കുന്നവരുമായി ഉള്ള കൂട്ടായ്മയിൽ മരിച്ചവർ വരെ ഉയർക്കുമെന്നുള്ളത് യായിറോസിന്റെ വീട്ടിലെ ചരിത്രമാണ്. നമുക്കിങ്ങനെയുള്ള ബന്ധങ്ങളെ കർത്താവ് കണക്ട് ചെയ്യട്ടെ. നമ്മുടെ ജീവിതം മാറും, നമ്മുടെ വേഗത കൂടും. വർഷങ്ങൾ കൊണ്ട് ചെയ്യേണ്ടത് ദിവസങ്ങൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയും. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. അങ്ങനെയുള്ള നല്ല ബന്ധങ്ങൾ തരട്ടെ. നമ്മുടെ വീട്ടിലുള്ളവർ ഇതുപോലെ വിശ്വാസത്തിൽ ജ്വലിക്കുന്നവരാകട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വിശ്വാസത്തിൽ നിറഞ്ഞു നിൽക്കുന്നവരുമായിട്ടുള്ള ബന്ധങ്ങൾ തരണമേ, കൂട്ടായ്മകൾ തരണമേ. അങ്ങനെയുള്ള എൻകൗണ്ടറുകൾ ലഭിച്ചവർക്ക് ഞങ്ങളുമായി കണക്റ്റാകാൻ കർത്താവ് വഴി തുറക്കണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ വിശ്വാസത്തിൽ നിറഞ്ഞവരെ കണ്ടെത്താൻ, അങ്ങനെയുള്ളവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിപ്പാൻ, ഞങ്ങൾ ചെയ്യുന്ന കാര്യം വളരെ സ്ട്രോങ് ആയി ചെയ്യുവാൻ ഞങ്ങൾക്ക് അത് നിമിത്തം പ്രാപ്തി തരണമേ. ഞങ്ങൾ ഇന്ന് പോകുന്ന കാര്യം ഇതിനേക്കാൾ വേഗതയിൽ ചെയ്യുവാൻ പറ്റിയ നല്ല ആത്മീക ബന്ധങ്ങളെ തരണം. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുന്നവർ വിശ്വാസം കൊണ്ട് നിറയട്ടെ. അവരുടെ കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ. അവരുടെ അഭിഷേകം ജ്വലിക്കട്ടെ. ഇന്നു മുതൽ ഒരു പുതിയ തലം തുറന്നു വരട്ടെ. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ജ്വലിക്കുന്ന ഒരു കൂട്ടായ്മയായി
ഞങ്ങളുടെ കൂടിവരവുകൾ തീരട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അങ്ങനെയുള്ള ബന്ധങ്ങളെ യേശു തരും. നമ്മുടെ ജീവിതയാത്രയിൽ അടങ്ങിയിരിക്കരുത്, മുന്നോട്ട് പോയാൽ മതി. അങ്ങനെയുള്ളവരൊക്കെയും കർത്താവ് കണക്ട് ചെയ്ത് തരും. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭായോഗമുണ്ട്. ഞായറാഴ്ച രാവിലെ 8 മണി. കടന്നു വരിക, നമുക്ക് ഒരുമിച്ച് കർത്താവിൽ ബലപ്പെടാം. തിങ്കളാഴ്ച വീണ്ടും ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ച് പങ്കെടുക്കാം. ഗോഡ് ബ്ലെസ് യു.
ജനകോടികൾ ജനകോടികളെ നന്മയ്ക്കാ മാറ്റിമറിക്കണമേ. ജനകോടികളെ നന്മയ്ക്കാ മാറ്റിമറിക്കണമേ. ഓ ജനകോടികളെ നന്മയ്ക്കാ മാറ്റിമറിക്കണമേ. ജനകോടി